അച്ചമ്മ രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി. അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജിനോടും മിക്സിയോടും കുക്കറിനോടും പുട്ടുകുറ്റിയോടും ഗ്യാസ് കുറ്റിയോടും ഒക്കെ യാത്ര പറഞ്ഞു. മക്കളെ, അച്ചമ്മ പോയിട്ട് വേഗം വരാട്ടോ. അച്ചമ്മയുടെ മക്കളായ അവരെല്ലാം സന്തോഷത്തോടെ തലയാട്ടി. അച്ചമ്മ വാതിൽ പൊട്ടി പുറത്തേക്ക് പോയപ്പോൾ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഗ്യാസ് കുറ്റി വിങ്ങി പൊട്ടി ഒറ്റ കരച്ചിൽ. ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഞങ്ങളുടെ അമ്മേ, അച്ചമ്മേ. മിക്സി അതിശയത്തോടെ ചോദിച്ചു, അച്ചമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞല്ലേ പുല്ലേ പോയത്? ഗ്യാസ് കുറ്റി ഏങ്ങലടിച്ചു. അച്ചമ്മയെന്നും ഗ്യാസ് ഓഫ് ആക്കിയല്ലേ പോകാറ്, ഇന്ന് ഓഫ് ആക്കിയില്ല, ഞാൻ ആകെ ഓഫ് ആയിപ്പോയി. എല്ലാവരും ഗ്യാസ് കുറ്റിയെ കളിയാക്കി. പിന്നെ അച്ചമ്മയ്ക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്, അതിനിടയ്ക്ക് നിന്നെ മാത്രം ഓർത്തിരിക്കുമല്ലേ, മിണ്ടാതിരിക്കടാ അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് അച്ചമ്മയുടെ ഒച്ച കേട്ടു. എടാ വണ്ടി എടുക്കല്ലേ, ഞാൻ ഇപ്പം വരാം. എല്ലാവരും നോക്കി നിൽക്കെ അച്ചമ്മ അടുക്കളയിലേക്ക് പാഞ്ഞു വന്നു. ഗ്യാസ് കുറ്റിയുടെ വാൽവ് തിരിച്ച് ഓഫാക്കിയിട്ട് അച്ചമ്മ സ്നേഹത്തോടെ പറഞ്ഞു, നിന്നെ ഓഫാക്കാതെ അച്ചമ്മ പോകുമെന്നോർത്തോടാ കുറ്റിക്കൂട്ടാ. ഗ്യാസ് കുറ്റിയുടെ കണ്ണ് നിറഞ്ഞു, കൂടെ മറ്റു മക്കളുടെയും. അതാണ് അമ്മമാരും അടുക്കളയിലെ മക്കളും തമ്മിലുള്ള ബന്ധം. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.